നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ഹെൽത്തിയും ഒരു സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബദാം മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പികളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മിൽക്ക് ഷേക്ക് വളരെ ഹെൽത്തിയാണ്. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കുടിക്കാൻ പറ്റിയ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ബദാം മിൽക്ക് ഷേക്ക് നമ്മളെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ബദാം മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ബദാം മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് തലേദിവസം രാത്രിയിൽ അല്ലെ 1 മണിക്കൂർ മുന്നേ നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ ഇതുപോലെ ബാദാം ഒരു 15 to 20 ബാദാം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് പീൽ ഔട്ട്, നമ്മുടെ സ്കിൻസ് എല്ലാം പീൽ ഔട്ട് ചെയ്ത് ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇതുപോലെ ബാദാമിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മുടെ ഈ ഒരു ബാദാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാല് ചേർക്കാം. പാൽ ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഹോം മെയ്ഡ് വാനില കസ്റ്റർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാല് ചേർക്കാം. പാല് ഇളം ചൂട് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം ചൂടുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകും. സോ തണുത്ത പാൽ അല്ലെങ്കിൽ ഇളം ചൂട് പാലെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ബൗളിൽ ഒരു 3 ഗ്ലാസ് പാല് നമുക്ക് എടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ പാല് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം വരുമ്പോഴത്തേക്കിന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന ബാദാമിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബാദാം പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ ഒന്ന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിൽ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാലിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസ് ഒന്നും വരാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ ലംസ് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിക്നെസ് ആവുന്നിടം വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നന്നായിട്ട് തിക്കായിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി ഇവിടെ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബദാം മിൽക്ക് ഷേക്ക് നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കോളൂ, നന്നായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഈ ഒരു മിശ്രിതം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ലിഡ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒന്ന് സെറ്റ് ചെയ്താലോ. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ്സസ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ബാദാം ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ്സസിലോട്ട് നമുക്ക് ഈ ഒരു ബാദാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബാദാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാദാം മിൽക്ക് ഷേക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ 2 ഗ്ലാസ്സസിലോട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബാദാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ മേലിൽ കൂടെ കുറച്ച് ബാദാംസ് നട്ട്സ് കൂടെ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും നല്ല ഒത്തിരി ഗുണങ്ങളുള്ള നമ്മുടെ ബാദാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ഈ ഒരു സമ്മർ ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കുടിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാദാം മിൽക്ക് ഷേക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിനും വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.